ഹലോ കൂട്ടുകാരെ, ഇന്ന് ഓസ്ട്രേലിയയിലെ സൂ കാണാം. ഓസ്ട്രേലിയ ബ്രിസ്ബെയിൻ എന്ന സ്ഥലത്താണ്. നമുക്കിന്ന് ആ സൂ കാണാം. ഇതാണ് ഓസ്ട്രേലിയ സൂ. കങ്കാരു ഉണ്ട്. നല്ല രസമാണ് കങ്കാരുവിനെ കാണാൻ. ഇതാ ജിറാഫുണ്ട്. നല്ല സൗന്ദര്യമുള്ള ജിറാഫ്. നല്ല നീണ്ട കഴുത്തോട് കൂടിയ ജിറാഫ് ഉണ്ട്. ഇത് സീബ്ര. ഇത് ഹിപ്പോപ്പൊട്ടാമസ്. ഹിപ്പോയെ കണ്ടോ, നല്ല രസമാണ്. ഇത് ഒത്തിരി ഏക്കർ സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ നടന്ന് മടുത്ത് വരും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ബസ്സുണ്ട് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ. ഇത് ടൈഗറിനെ കാണാൻ പോവുക. ടൈഗർ ടെമ്പിൾ. എങ്ങനെയാണ് പോകുന്നത്. വഴിക്ക് നല്ല ചെടികളും ഇല്ലിയും ബോംബവും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാ ടൈഗർ. ഇപ്പം നമ്മുടെ അടുത്തേക്ക് ഓടി വരും കാണാം. നോക്കി നിൽക്കുന്ന കണ്ടോ, പ്രതിമയാന്ന് തോന്നും കണ്ടാൽ. പക്ഷെ ഓടി വരുന്ന കാണുമ്പോഴേ അറിയത്തുള്ളൂ. അതാ ജീവനുള്ള കടുവ. അതാ വരുന്നു, ഓടി വരുന്നു. നല്ല മെഴുത്ത് കൊഴുത്ത കടുവ കണ്ടോ. അതോ ടൈഗർ, വരയൻ കടുവ. പെട്ടെന്ന് നോക്കിയിട്ട് അങ്ങ് പോവുകയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടായി. ഇനി കുടിക്കാനും ഒക്കെ ആയിരിക്കും, കുളിക്കാനൊക്കെ. അതുകൊണ്ട് അതിന് കിടക്കാൻ വിശ്രമിക്കാനൊക്കെയുള്ള കൂട്, പുല്ല് കൊണ്ടുണ്ടാക്കിയ കൂട് കണ്ടോ. പിന്നെ കയറി കിടക്കാൻ കണ്ടോ, ഡെസ്ക് പോലെ ഉണ്ടാക്കിയേക്കുന്നുണ്ടോ. അതോ അവിടെ കയറി കിടന്നു. പിന്നീട് നമ്മൾ കാണുന്ന ഇതാണ് മുതലയാന്ന് തോന്നുന്നു. ഇത് ഉടുമ്പാണോന്ന് അറിയത്തില്ല. ഇതാ മുള്ളൻപന്നി കണ്ടോ. മുള്ളൻപന്നി എഴഞ്ഞെഴിഞ്ഞ് വരികയാണ്. നല്ല കണ്ണീര് പോലത്തെ വെള്ളം കണ്ട കൂട്ടുകാരെ. ഇതാ വെള്ളച്ചാട്ടം കണ്ട അതിൻ്റെ ഉള്ളിൽ തന്നെ. നല്ല ഭംഗിയില്ലേ കൂട്ടുകാരെ. കൂട്ടുകാരെ കണ്ടോ, ഇത് നല്ല വെള്ളച്ചാട്ടം. ഇതാ പാറപ്പുറത്തിരിക്കുന്ന കണ്ട കറുത്ത ചെറിയൊരു സാധനം. ഉടുമ്പാന്ന് തോന്നുന്നു. ഇതാ ആമ, കരയാമ. മുതലേ ഉടുമ്പും എല്ലാം ഉണ്ട്. ചീങ്കണ്ണി. ഇത് എലിയാന്ന് തോന്നുന്നു, പേരറിയത്തില്ല കേട്ടോ. പെരിച്ചാഴി, പന്നിയെലി എന്നൊക്കെ പറയുന്നത് അതാന്ന് തോന്നുന്നു. എന്തായാലും വലിയ എലിതൊക്കെ തിന്നുന്ന കണ്ടോ. അതുകൊണ്ട് 2-3 ഉണ്ടേ. അല്ല കരികര കറുത്ത രോമം കണ്ടോ. ഇതാ ഇവിടെ എല്ല് തിന്നുന്നു. ഇറച്ചി എല്ലൊക്കെ തിന്നുന്നു കാണാം. കണ്ടോ കൂട്ടുകാരെ. ആരാമാലിയെല്ലെന്നൊക്കെ പറയാതെ ആ എല്ലാ തിന്നുന്നു. ഇത് പൂച്ചെടികളും എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പാത്തിരിക്കാനായിരിക്കും, മറഞ്ഞിരിക്കാനായിരിക്കും.
ഇത് കണ്ടോ, ടർക്കി കോഴിയാണോ കൽക്കമാണോ എന്താണെന്ന് അറിയത്തില്ല. അതും വെള്ളത്തിലാണ്. എല്ലാവർക്കും വെള്ളം കുടിക്കാനും ഒക്കെ വെള്ളമുണ്ട്. ചെടികൾക്കിടയിൽ കൂടെ നോക്കൂ, കാണാം. ഇതാ ഇവിടെയുണ്ട് മുഴുത്ത്. നല്ല കറുത്ത തൂവലൊക്കെ ഉണ്ടോ, നല്ല എണ്ണക്കറുപ്പ്. ചെറിയ ചെടിയുടെ ഇലകളൊക്കെ തിന്നാനൊക്കെ ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു ജീവി കണ്ടോ, വയറ് നിറച്ച് തിന്നിട്ട് സുഖമായി ഉറങ്ങുകയാണ്. കണ്ടോ, പാത്തിരുന്ന് ഉറങ്ങുന്ന കണ്ടോ. പാണ്ഡവർക്കത്തിൽപ്പെട്ടാന്ന് തോന്നും. വാട്ടർഫാൾസ് കണ്ടോ, പിള്ളേർക്ക് കളിക്കാനുള്ള വാട്ടർഫാൾസ്. തവള അതിമനോഹരമായിരിക്കുന്നു കണ്ടോ. പിള്ളേർ അതിൻ്റെ ഇടയ്ക്കൂടെ കളിക്കുന്നു. ഓസ്ട്രേലിയയിലെ പിള്ളേർ, ഇംഗ്ലീഷുകാരുടെ പിള്ളേർ കളിക്കുന്നു കണ്ടോ. പിള്ളേർക്ക് നല്ല രസമാണ് കളിക്കാൻ. നമ്മുടെ ഇറക്കുമുത്തിനെയും കാണിക്കുകയാണെല്ലാം. കണ്ടോ, നല്ല വെള്ളച്ചാട്ടം, നല്ല വാട്ടർഫാൾസ് കണ്ടോ. നടക്ക് മുതലയുടെ പ്രതിമയുണ്ട്. നല്ല തണുപ്പ്, അതുകൊണ്ട് കൊച്ചിനെ ഇറക്കിയില്ല. കണ്ട, ഇടയ്ക്കൂടെ പൂച്ചെടിയും പൂവൊക്കെ ഉണ്ട്. വേറൊരു വെള്ളച്ചാട്ടം, വേരുകൾക്കിടയിലൂടെ വെള്ളം വരുന്നു കണ്ട്. ഇവിടെ കറുത്തിരുണ്ട ഒരു പാമ്പ് കിടക്കുന്നുണ്ട്, ചുറ്റി വളഞ്ഞ് കണ്ടോ. എന്ത് പാമ്പാന്ന് അറിയത്തില്ല, അണലിയാണോ. ഇതാ വെള്ളത്തിൽ കറുത്ത മുതല. കുറേ മുതല കുഞ്ഞുങ്ങൾ കിടക്കുന്നു. കങ്കാരു കണ്ടോ, പ്രതിമയാണെന്നല്ലേ തോന്നുള്ളൂ, പക്ഷെ കുറെ കഴിയുമ്പോൾ അനങ്ങുന്നുണ്ട്. ഇതിൻ്റെ വാല് കണ്ടോ, തല അനക്കി. വലിയ കങ്കാരുവിനെ കാണാവേ. ഇതാ മഞ്ഞപ്പാമ്പ് കണ്ടോ, ഞാനോർത്ത് ഇത് പ്ലാസ്റ്റിക്കാണ്. പിന്നീട് നോക്കിയപ്പോൾ പയ്യെ തലയനക്കുന്നു കണ്ടോ, കണ്ണെല്ലാം അനക്കുന്നു. ഇങ്ങനെ തിന്നിട്ടവിടെ ഉറങ്ങാൻ കിടക്കുവാന്ന് തോന്നുന്നു. ഇതുണ്ടോ, കങ്കാരുവിന് കയറി ഇറങ്ങാനുള്ള കെട്ടിടം. മോനും പപ്പായും മോളും കൊച്ചും എല്ലാം നോക്കിക്കാണുകയാണ്. കങ്കാരുവിൻ്റെ അടുത്തെത്തി. ഇഷ്ടംപോലെ കങ്കാരു കുഞ്ഞുങ്ങളുണ്ട്. കണ്ടോ, നല്ല ഇണക്കമുണ്ട് കേട്ടോ. എനിക്ക് കണ്ടിട്ട് പേടിയായി, ഇനി നമ്മളെ ഉപദ്രവിക്കുമെന്ന് ഓർത്തേ. തീറ്റ കൊടുത്താൽ അത് മേടിച്ച് തിന്നും. നോക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് പോയപ്പോൾ അത് കാലും കൈയൊക്കെ പൊക്കുന്നു. സഞ്ചി മൃഗം എന്ന് ഞങ്ങൾ ചെറുപ്പത്തിൽ പറയുമായിരുന്നു. അതായത് വയറിൻ്റെ അവിടെ സഞ്ചിയുണ്ട്, അവിടെയാണ് കുഞ്ഞുങ്ങളെ ഇടുന്നത്. മോനും കങ്കാരുവിനെ കണ്ടിട്ട് മാറുകയാണ്. ഞാനും കൊച്ചൂടെ ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ കങ്കാരുവിൻ്റെ നാട്ടിലെത്തി.
ഞാനും പപ്പായും കൊച്ചു എന്നുള്ള ഒരു ഫോട്ടോ എടുത്തു. ഇതോ അടുത്തതായിട്ട് ആന. നമ്മുടെ നാട്ടിലെ ആന ഇതിനേക്കാളും വലിയതല്ലേ കേരളത്തിൽ. ഇവിടുത്തെ ആന ചെറുത്. ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിൽ അത് റോഡേ ഒന്നും ആനയില്ല. ഇത് കാഴ്ച ബംഗ്ലാവ് സൂയും മാത്രമേ ഉള്ളൂ. ഇതോ നമ്മുടെ നക്ഷത്രാമ, വെള്ളി നക്ഷത്രാമ. കാണാൻ ഭംഗിയുണ്ടല്ലേ, നക്ഷത്രം പോലെയൊക്കെ പുറത്ത് കണ്ട്. ഇതാ പാണ്ട വരുന്നു. മരങ്ങൾക്കിടയിലൂടെ ചില്ലുകൾക്കിടയിലൂടെ മന്ദമായി നടന്നു വരുന്ന പാണ്ട. നല്ല നല്ല മരം. ഒരു പാണ്ടയെ കണ്ടുള്ളൂ കേട്ടോ. എല്ലാ മരവും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പൂച്ചെടികളെല്ലാം ഉണ്ട്. ഇത് അതിൻ്റെ ഇടയ്ക്ക് ആമ്പൽക്കുളമുണ്ട്. ഇനി ജിറാഫിനെ കാണാം. എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ ജിറാഫിനെ കാണാൻ. നല്ല ഭംഗിയില്ലേ കൂട്ടുകാരെ. നല്ല എത്ര ഒത്തൊരുമയാന്ന് നോക്കൂ. എല്ലാവരോടും ഒരുമിച്ച് തീറ്റ തിന്നെയാണ്. സീബ്രായി അടുത്ത് നിൽപ്പുണ്ട്. അടുത്തോടെ ഒരു കൊക്കും വരുന്നുണ്ട്. നല്ല സ്ഥലമാണ്. എപ്പോഴും അത് ഒരു സിസ്റ്റർ വന്ന് വൃത്തിയാക്കിയിടുന്ന കണ്ടു. കണ്ടോ വാലിനൊക്കെ എത്ര നീളം നോക്കിയ. കാലിനൊക്കെ നല്ല നീളം, കഴുത്തിൻ്റെ നീളം കണ്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ കൂട്ടുകാരെ. ജിറാഫ്. കണ്ടോ തീറ്റ ഇങ്ങനെ പൊക്കത്തിൽ വെച്ച് കെട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് അവരത് തിന്നും. കഴുത്തിന് നല്ല പൊക്കമുണ്ട്. കണ്ടോ പൂവൊക്കെ ഉണ്ട്. പശു വന്ന് ഒരു പൂവിലെ തേൻ നുകരുന്ന കണ്ടോ. നല്ല പൂവല്ലേ. 3 ജിറാഫായി. അവർക്ക് നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കണ്ടോ നടക്കുന്ന മന്ദമായി നടക്കുന്നു. നല്ല സ്നേഹവും നല്ല ഒത്തൊരുമയാണ്. മോളും കൊച്ചുകൂടെ ഫോട്ടോ എല്ലാം എടുക്കുകയാണ്. നമുക്കൊരു മാപ്പ് വരും, അത് നോക്കി വേണം പോകാൻ. മോൻ മാപ്പ് നോക്കിയാണ് കണ്ടോ. അല്ലാതെ ഇവിടെ ഗൈഡൊന്നുമില്ല. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ കാണിക്കാൻ ഗൈഡൊക്കെ ഉണ്ടല്ലോ. ഇവിടെ കാണിക്കാൻ ആൾക്കാരൊന്നുമില്ല. നമുക്ക് മാപ്പ് നോക്കി വേണം പോകാൻ. കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ജിറാഫാണ്. നല്ല സൗന്ദര്യമില്ല കാണാൻ. ചെറുതായിട്ട് അവർ പാട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൊച്ചാ പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് കണ്ടോ. മോനെല്ലാം നോക്കി കാണുകയാണ്. കണ്ടോ നടന്നു പോയി പയ്യെ മെല്ലെ നടന്നു പോയി തീറ്റ തിന്നുന്നു ജിറാഫ്. ഇതാണ് ഹിപ്പോപ്പൊട്ടാമസ്. ഹിപ്പോയെ കണ്ടോ പ്രതിമ പോലെ തന്നെ നിൽക്കുന്നു. അനങ്ങിയപ്പോഴാണ് മനസ്സിലായത് ജീവനുള്ളതാണ്. എല്ലാം നല്ല തീറ്റയൊക്കെ തിന്ന് മെഴുത്ത് കൊഴുത്താണ് നിൽക്കുന്നത്. കൊച്ചിന് ഇതൊക്കെ കണ്ടപ്പം വലിയ സന്തോഷമാണ്. കുഞ്ഞിറക്കിന്. ഹിപ്പോ നടന്നു പോന്നു. എല്ലാം ഒരു സ്ഥലത്താണ്, ഒരു പ്ലോട്ടില്ല. ജിറാഫ്, ഹിപ്പോപ്പൊട്ടാമസ്,
സീബ്ര എല്ലാം അവരെല്ലാം നല്ല സ്നേഹത്തിൽ കഴിയുന്നു. അതായത് പുല്ല് തിന്നുന്ന സസ്യബുക്കുകളെല്ലാം ഒരുമിച്ചാണ് നിർത്തിയേക്കുന്നതെന്ന് തോന്നുന്നു. മോനും മോളും കൊച്ചൂടെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. എല്ലാം കഴിഞ്ഞു. ഇനി ബസ് വന്ന് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ ഇത് ബസ്സിന് പോവുകയാണ്. നല്ലൊരു വണ്ടിയാണ്. ഇവിടെ ജിറാഫിനൊക്കെ മാങ്ങാപ്പഴമൊക്കെ കൊടുക്കാനായിരിക്കും. മാവ് ഇഷ്ടം പോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, മാവ് എന്തേരം നട്ടുപിടിപ്പിച്ച് മാങ്ങാപ്പഴം ഉള്ളപ്പം അവർക്ക് കൊടുക്കാനായിരിക്കും. നല്ല നല്ല മാവ്. കൊച്ചിന് ഇഷ്ടപ്പെട്ടു ബസ്സിൽ കയറിയപ്പോൾ. ഒത്തിരി പേരുണ്ട്. എല്ലാവരും ബസ്സിന് കൊണ്ടുപോവുകയാണ് തിരിച്ച്. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ? നല്ല നല്ല മരങ്ങൾ ചെടികൾ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.